ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് റെസിപ്പിയായ ഷീർ കുർമ എങ്ങനെയാണ് തയ്യാറാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് സ്ലൈസ് ചെയ്തിട്ടുള്ള ബദാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ്, 4-5 ഫിഗ് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫിഗ് എന്ന് വെച്ചാൽ അത്തിപ്പഴം. പിന്നെ 1/2 കപ്പ് തൊലി കളഞ്ഞ പിസ്ത. ഇത് സോൾട്ട് ഇല്ലാത്ത പിസ്ത ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ്, അത് ഒരു 4-5 എണ്ണം ഒരു കുരു കളഞ്ഞ് മുറിച്ചിടാവുന്നതാണ്. പിന്നെ ചിരോഞ്ചി എന്ന് പറഞ്ഞൊരു നട്ടും കൂടെ ഇതിൽ യൂഷ്വലി ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ചിരോഞ്ചിക്ക് മലയാളത്തിൽ നുരമര എന്നാണ് പറയുക. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 200 ഗ്രാം നേരിയ സേമിയ ആഡ് ചെയ്ത് കൊടുക്കണം. കട്ടിയുള്ളത് പറ്റില്ല. നല്ല നേരിയ വെർമിസെല്ലി സേമിയ തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റോളം നല്ല സ്മെല്ല് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതേ സെയിം ടൈമിൽ ഞാൻ മറ്റൊരു പാനിൽ ഇവിടെ 1.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് സാഫ്രൺ, കുങ്കുമം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ആയിരിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ആൻഡ് നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് തുടങ്ങുമ്പോഴാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സേമിയൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും പാല് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കമ്പൈനായി വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടിൻ മുഴുവനായും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഇട്ടാൽ ആ ഒരു ഷുഗർ, ആ ഒരു മധുരം പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മധുരം മുഴുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ ഷീർ കുർമ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തിക്കായിട്ടുള്ളൊരു ഡിസേർട്ടാണ്. നമ്മൾ പായസം പോലെ അത്ര ലൂസല്ല. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ തിക്നെസ് കൂടി വരും. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിലും തണുപ്പായിട്ടും കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസേർട്ട് ഇഷ്ടമാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.